ഹലോ മക്കളെ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാനുള്ളത് ചേച്ചിയുടെ വീട്ടിലാട്ടോ. അപ്പോൾ അവിടെ ഇന്ന് മീൻ പിടിക്കലാട്ടോ പരിപാടി. അപ്പോൾ അവരുടെ വീടിൻ്റെ പുറകിലായിട്ട് ഒരു വലിയ പാറമടയുണ്ട്. അപ്പോൾ ആ പാറമട നിറച്ച് മീനായിരുന്നു കേട്ടോ. അപ്പോൾ അതിനെയല്ല ഇന്ന് പിടിക്കാനായിട്ട് പോകട്ടോ. അപ്പം ഞാനും നാത്തൂനും ചേച്ചിയുടെ കൊച്ചും കൂടെ ആട്ടോ ഇപ്പം അങ്ങോട്ട് പോകുന്നത്. അപ്പം ഞങ്ങൾ ചെല്ലുന്നതിന് മുന്നേ തന്നെ അവർ വെള്ളമൊക്കെ പറ്റിച്ച് കുറേ മീനൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു. മീൻ പിടിക്കുന്നത് ഇതുപോലത്തെ കുഞ്ഞു വലയിലൊക്കെ ആട്ടോ പിടിച്ചോണ്ട് വന്നത്. പിന്നെ ആദ്യമൊക്കെ വലയിൽ പിടിച്ചെങ്കിലും പിന്നെയൊക്കെ ആയപ്പോഴത്തേന് കൈ കൊണ്ട് ചുമ്മാ പിടിക്കാൻ പറ്റുന്ന രീതിക്കൊക്കെ ആയി. വെള്ളമൊക്കെ കുറഞ്ഞ് കൈകൊണ്ട് നമുക്ക് മീൻ പിടിക്കാൻ പറ്റുന്ന രീതിയായി കേട്ടോ. ഞാനൊന്നും ഇറങ്ങിയില്ല കേട്ടോ, കാരണം അതിനകത്ത് നല്ല ചെളി ആയതുകൊണ്ട് ഞാനങ്ങനെ ഇറങ്ങിയൊന്നുമില്ല. നെറ്റ് വലയായാലും കുഴപ്പമില്ല, ആ മുച്ചൂടെ വെള്ളം ടാങ്ക് എടുത്തോണ്ട് പോടാ. ആ ചെറിയ ബക്കറ്റിൽ ആ ചെറിയ ബക്കറ്റ് ഇതുപോലത്തെ ഒരു 4-5 പാത്രം നിറച്ച് മീനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ അതൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. ആ സമയം ഇപ്പോൾ ഫുഡ് കഴിച്ചിട്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങിപ്പോയി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊന്നും എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇവനാണെങ്കിൽ ഭയങ്കര അലമ്പായിരുന്നു കേട്ടോ. പിന്നെ ഇവന് വേണ്ടിയിട്ടാണെങ്കിൽ ഒരു മീനെ കൈ കൊടുത്തപ്പോൾ തന്നെ പിന്നെ കുറച്ച് നേരം ഒന്ന് അടങ്ങി നിന്ന്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ആമേനെയൊക്കെ കാണിച്ചപ്പോൾ പിന്നെ പുള്ളിക്ക് വലിയ കുഴപ്പമില്ലാണ്ടായി. ഒരാമയല്ലായിരുന്നു കേട്ടോ, ഏകദേശം ഒരു 5-6 ഉണ്ടായിരുന്നേ. അപ്പോഴത്തേ അങ്ങനെ വൈകുന്നേരം ആയപ്പോഴത്തേനും ഞങ്ങൾ കൂരുമല കാണാൻ പോകട്ടോ. അപ്പം ഞാനും ചേച്ചിയും അമ്മയും നാത്തൂനും കൂടിയാണ് പോകുന്നത്. കുറേ നടന്നു കഴിഞ്ഞപ്പോഴത്തേനും മടുത്തു. പിന്നെ ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടൊക്കെയാണ് പോയത് കേട്ടോ. ഞങ്ങളാണെങ്കിൽ കുഞ്ഞിനെ കൊണ്ടുപോയിട്ടില്ലായിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനാണെങ്കിൽ ഒട്ടും നടക്കത്തേയില്ല, അവനെ എപ്പോഴും എടുക്കണം. അപ്പോൾ ആ ഒരു മല കയറുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് അവനെ ഞങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞങ്ങൾ പോയിരിക്കുന്ന സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ സൺസെറ്റിൻ്റെ സമയത്താണ്. അപ്പോൾ ഇവിടെ പോകാൻ നല്ല പറ്റിയ സമയം എന്ന് പറഞ്ഞാൽ ഡിസംബർ മാസവും ജനുവരി മാസമാണ്. അപ്പം നല്ല മഞ്ഞായതുകൊണ്ട് നല്ല കോടയൊക്കെ കാണാൻ പറ്റും കേട്ടോ. പിന്നെ അവിടെ എപ്പോഴും നല്ല കാറ്റാട്ടോ. അപ്പം നിങ്ങൾക്ക് പോകാൻ ഉദ്ദേശമുണ്ടെങ്കിൽ സ്ഥലം ഞാൻ പറഞ്ഞുതരാം. സ്ഥലം എറണാകുളം ജില്ലയിലെ ഇലഞ്ഞി പഞ്ചായത്തിലാട്ടോ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലുമൊക്കെ ഈ സ്ഥലത്തെപ്പറ്റി അറിയാവുന്നവരായിരിക്കും. അപ്പോൾ അറിയത്തില്ലാത്തവരും കണ്ടിട്ടില്ലാത്തവരും പോയി കാണേണ്ട ഒരു സ്ഥലം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ.